റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തുകൊണ്ട് ബൈത്തുൽ മുഖദ്ദസ് കൊണ്ടുപോയി കാണിച്ചു കൊടുത്തു? സുബ്ഹാനല്ലദീ യസ്റാ ബിഅബ്ദിഹി ലൈലം മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലാ. മക്കത്തുള്ള വിശുദ്ധ പള്ളിയിൽ നിന്നും മിനൽ മസ്ജിദിൽ ഹറാം, ഒരു വിശുദ്ധ പള്ളിയിൽ നിന്ന് എന്റെ അടിമയെ, അള്ളാഹുവിന്റെ അടിമയെ അവൻ രാപ്പലായനം ചെയ്യിപ്പിച്ചു. എങ്ങോട്ട്? ഇലൽ മസ്ജിദിൽ അഖ്സാ, അങ്ങേയറ്റത്തുള്ള മറ്റൊരു വിശുദ്ധ പള്ളിയിലേക്ക്, അഥവാ ബൈത്തുൽ മുഖദ്ദസിലേക്ക്. എന്താണ് ആ ബൈത്തുൽ മുഖദ്ദസിന്റെ പ്രത്യേകത? ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗല, അതിന്റെ ചുറ്റും അല്ലാഹു തആല ബറക്കത്ത് ചൊരിഞ്ഞിരിക്കുന്നു. അതിന്റെ ചുറ്റും അല്ലാഹു പുണ്യം ചൊരിഞ്ഞിരിക്കുന്നു. ആ പുണ്യം എന്താ? ആ പുണ്യം എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഈ മവാഖിഉൻ നുജൂം, നക്ഷത്ര തുല്യരായ മഹാന്മാർ കിടക്കുന്നു അവിടെ. അതാണ് ആ പുണ്യം, അതാണ് ആ പുണ്യം. മഹാന്മാർ പറഞ്ഞു. എന്നാൽ ചുരുക്കം ചിലരെങ്കിലും ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്, അവിടെ ഒരു പുണ്യവും ഇല്ലായിരുന്നു. ഇൻഷാ അല്ലാഹ് എന്റെ വിഷയത്തിലേക്ക് തന്നെ വരാം. പക്ഷെ ഇത് പറയുന്നത് വളരെ ഗൗരവത്തിൽ നമ്മൾ ഓർക്കണം. പലപ്പോഴും മഹാന്മാരുടെ മഖ്ബറകളെ കൊച്ചാക്കുന്ന ഒരു വിഭാഗം നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊരു പാഠത്തിന് വേണ്ടി മാത്രം പറയാണ്. അവിടെ എന്ത് പുണ്യമുള്ളത്? അവിടെ കുറെ പച്ചപ്പ് കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടുപോയി. കുറെ പച്ചപ്പ്, ഹരിതക ഭൂമി, നല്ല സസ്യങ്ങള്, നല്ല പച്ചപ്പ് ആസ്വദിക്കാൻ മാത്രം ഉണ്ടായിരുന്നു. പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ വേണ്ടിയാണ് അള്ളാഹുവിന്റെ റസൂലിനെ അങ്ങോട്ട് കൊണ്ടുപോയത്. നിങ്ങൾക്കറിയാം, ഇത് ഏറ്റവും വലിയ അബദ്ധമാണ് പറയുന്നത് എന്നറിയാം. കാരണം എന്താ? പ്രകൃതി സൗന്ദര്യം കാണിക്കാനാണെങ്കിൽ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തന്നെ കൊണ്ടുപോകേണ്ടിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഇമാം റാസി പറയുന്നത് കാണാം, അവിടെ മഖ്ബറയിൽ, അവിടെ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുറ്റും അംബിയാക്കൾ, അത് മഖറുൽ അംബിയാഇ വൽ ഔലിയാ, അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും താവളമാണ്. അതുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോകുന്നത്. അംബിയാക്കളുടെയും ഔലിയാക്കളുടെയും താവളമായതുകൊണ്ടാണ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്. കൂട്ടത്തിൽ പച്ചപ്പ് ഉണ്ടാവും, പക്ഷെ പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ മാത്രമാണെങ്കിൽ അത് അവിടെ ലക്ഷ്യമേ അല്ല. എന്തുകൊണ്ട്? പ്രകൃതി സൗന്ദര്യം കാണിക്കാനാണ് റസൂലുള്ളാഹിയെ കൊണ്ടുപോയതെങ്കിൽ വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി കൂടായിരുന്നോ? വേറെ എങ്ങോട്ടോ കൊണ്ടുപോയി കൂടായിരുന്നോ? ഞാനിപ്പോഴും ആലോചിക്കും, ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ഒരിക്കൽ പറഞ്ഞു, പ്രകൃതി സൗന്ദര്യം ആസ്വദിപ്പിക്കാനാണെങ്കിൽ, പച്ചപ്പ് കാണിച്ചു കൊടുത്ത് അതിലൊരു ത്രില്ലുണ്ടാക്കാനാണെങ്കിൽ നമ്മുടെ വയനാട് ചേർത്ത് കൊണ്ടുവന്നുണ്ടായിരുന്നു. ഇസ്രായേലിന് വെറുതെ തമാശയായിട്ട് ചോദിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇതിൽ ശരിക്കും വലഞ്ഞു. നമ്മുടെ സ്കൂൾ ഓഫ് ഖുർആനിന്റെ 5ാം വാർഷികം നടക്കുമ്പോൾ നമ്മുടെ മുഖ്യാതിഥിയായി വന്നിരുന്ന ഡോക്ടർ അബ്ദുസലാം, ISRO, പഴയ ISRO ഡോക്ടർ അബ്ദുസലാം, അദ്ദേഹം ഗൾഫിൽ നിന്നുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ഇവിടെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഇസ്രാ മിറാജ് സംബന്ധിക്കുന്ന, പ്രതിപാദിക്കുന്ന ഇസ്രായിന്റെ ഈ ആയത്തോതിയിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ടുപോയത് പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാനായിരുന്നു എന്ന് പറഞ്ഞ് അതിനിങ്ങനെ ഊന്നൽ നൽകിയിട്ട് ആ വിഷയം ഇങ്ങനെ ഊന്നി പറഞ്ഞുകൊണ്ടൊരു മൗലവി ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ അബ്ദുസലാം സദസ്സിലുണ്ടായിരുന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട് ചോദിച്ചത്രേ, അല്ല മൗലവി സാഹിബ്, അള്ളാഹു പ്രകൃതി സൗന്ദര്യം കാണിക്കാൻ, ഈ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി തന്നെയാണോ റസൂലുള്ളാഹി തങ്ങളെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയത്? തീർച്ചയായിട്ടും. ഇയാൾ ഉറപ്പിച്ചാൽ പറയാ, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്, വേറൊരു സംഗതി അവിടെ ഇല്ലായിരുന്നു. അപ്പോ സാറ് ചോദിച്ചത്രേ, എന്നാ മൗലവി സാഹിബ്, അള്ളാഹു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാനാ കൊണ്ടുപോയതെങ്കിൽ അതൊരു പട്ടാപ്പകല് കൊണ്ടുപോയിക്കൂടായിരുന്നോ? നട്ടപ്പാതിർക്ക് കൊണ്ടുപോകേണ്ടിയിരുന്നോ എന്ന് തിരിച്ചു ചോദിച്ചത്രേ. ഇതിന്റെ മുമ്പിൽ മൗലവി ആകെ വിയർത്തുപോയി. കാരണം അത് ഖുർആനാണ്. അസ്റാ ബി അബ്ദിഹി ലൈലൻ. ഇനി പകലാന്ന് പറയാൻ പറ്റൂലല്ലോ, അല്ലെങ്കിൽ പറയും പകലായിരുന്നു യാത്ര. രാത്രിയാണ് യാത്ര എന്ന് ഉറപ്പാണ്. പ്രകൃതി സൗന്ദര്യം കാണിച്ചു കൊടുക്കാൻ രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. പച്ച കാണിച്ചു കൊടുക്കാൻ, പച്ചപ്പ് കാണിച്ചു കൊടുക്കാൻ രാത്രിയിൽ വേണോ ഈ യാത്ര? ഇതൊരു പട്ടാപ്പകല് കൊണ്ടുപോയി കൂടായിരുന്നോ എന്ന് ചോദിച്ചപ്പോ വല്ലാതെ വരഞ്ഞത്രേ. കുറെ നേരം അദ്ദേഹം വല്ലാതെ വിയർത്തതിന്റെ ശേഷം കുറെ നേരം അദ്ദേഹം വിയർത്തതിന്റെ ശേഷം അദ്ദേഹം ഒരു ചെറിയ മറുപടിയെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുകയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു ചെറിയ മറുപടി വന്നു. അയാൾ പറഞ്ഞത്രേ, സാറേ അതൊരു നിലാവുള്ള രാവു ആയിക്കൂടെ.
കണ്ട നിങ്ങൾ വീണടുത്ത് കിടന്ന് ഉരുളുക എന്ന് പറഞ്ഞ പരിപാടിയാണ്. ഒരു നിലാവുള്ള രാവിലെ ആയിക്കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്രാവ് കൊണ്ടുപോയത്? എന്നാലും കാണാലോ 27-ാം രാവിന് എന്ത് നിലാവാന്നറിയോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. 27-ാം രാവിനാണല്ലോ സംഭവം, റജബ് 27-ന്. അന്ന് നല്ല നിലാവും ഉണ്ടാവും. ഇത്ര വലിയ പൊട്ടത്തരം എന്തിനു പറഞ്ഞു കുടുങ്ങണം? എന്തിനു പറഞ്ഞു കുടുങ്ങണം? അതുകൊണ്ടാ മഹാന്മാർ പറഞ്ഞത് അവിടെ അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും മഖ്ബറയുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് സിയാറത്ത് ചെയ്യാൻ, അവരുടെയൊക്കെ സാന്നിധ്യം കിട്ടാൻ ഇതിനു വേണ്ടിയാ പോയത് എന്ന് പറയാനുള്ള കാരണം അതാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതേ അഖീദയിൽ, മഹാന്മാരെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അഖീദയിൽ ജീവിച്ചു മരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ മക്കളെയും നമ്മുടെ പേരമക്കളെയും നമ്മുടെ പരമ്പര മൊത്തം അള്ളാഹു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകരാക്കി തരട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് തന്നെ വരുന്നു. ഞാൻ പറഞ്ഞത് അങ്ങനെ അർത്ഥം പറഞ്ഞവരുമുണ്ട്. ഫലാ ഉഖ്സിമു ബിമവാഖിഇൻ നുജൂം, മഹാന്മാരുടെ മഖ്ബറകൾ സാക്ഷിയാൻ. നക്ഷത്രതുല്യരായ മഹാന്മാർ അന്തിയുറങ്ങുന്ന മവാഖി, അവരന്തിയുറങ്ങുന്ന അവരുടെ കേന്ദ്രങ്ങൾ പിടിച്ച് ഞാൻ സത്യം ചെയ്യട്ടെ. അള്ളാഹു പറയുന്ന ഇന്നഹു ലഖസമുൻ ലൗ തഅലമൂന അദീം, ഇതുകൊണ്ടുള്ള സത്യം, ആ സംഗതിയുടെയൊക്കെ യാഥാർത്ഥ്യം നിങ്ങൾ അറിയുകയാണെങ്കിൽ, എങ്ങനെയാണ് നക്ഷത്രം ഉദിക്കുന്നത് അസ്തമിക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടുകയാണെങ്കിൽ, ലഖസമുൻ അദീം, അതൊരു മഹാസംഭവമാണ്. ഏതാവട്ടെ അള്ളാഹു എന്താ സത്യം ചെയ്ത് പ്രഖ്യാപിക്കാൻ പോകുന്നത്? സത്യം ചെയ്തിട്ടേ ഉള്ളൂ. അള്ളാഹു തആല ഊന്നൽ നൽകുകയാണ്. സത്യവാചകം പറയാൻ പോകുന്ന, പ്രഖ്യാപിക്കാൻ പോകുന്ന വിഷയത്തിനുള്ള ഊന്നലാണ്. അതിനൊന്നും കൂടെ ശക്തി കൊടുക്കാനാണ്. ആ ശക്തിവാചകത്തിന് ശേഷം അള്ളാഹു തആല പറയുകയാണ് ഇന്നഹു ലഖുർആനുൻ കരീം. ഇത്രയും പറഞ്ഞത് സൂറത്തുൽ വാഖിയയിലൂടെ നമ്മൾ ഇതുവരെ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ സൗകര്യമില്ലെങ്കിൽ കേൾക്കണ്ട, നിങ്ങൾക്കത് അംഗീകരിക്കാൻ സൗകര്യമില്ലെങ്കിൽ അംഗീകരിക്കണ്ട. പക്ഷെ ഇത് സംഭവം എന്താണെന്നറിയോ നിങ്ങൾ? ഇന്നഹു, തീർച്ചയായിട്ടും ഇത് ഖുർആനുൻ കരീം, മാന്യമായ പാരായണ ഗ്രന്ഥമാണ്. നേരെ ചൊവ്വേ സംസാരിക്കുന്ന ഗ്രന്ഥമാണ്. സുബ്ഹാനല്ലാഹ്, ഖുർആൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തന്നെ അതാണ്, പാരായണം ചെയ്യപ്പെടുന്നത്. കിതാബ് എന്ന് പറഞ്ഞാൽ എഴുതപ്പെടുന്നത്. എന്തേ അങ്ങനെ വരാൻ കാരണം? വിശുദ്ധ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നത് രണ്ടു വഴികളിലൂടെയാണ്. പാരായണത്തിലൂടെ, കോടിക്കണക്കിന് ഹാഫിളീങ്ങളുടെ നാക്കിലൂടെ ഖുർആൻ സംരക്ഷിക്കപ്പെടുന്നുണ്ട്. ഖുർആനാണ് ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു. ഖുർആൻ വായിക്കപ്പെടുന്ന ഗ്രന്ഥമാണ്. വായന എന്നാണ് നേരെ അതിന്റെ അർത്ഥം. വായിക്കപ്പെടുന്ന ഗ്രന്ഥം എന്നാണ് ഉദ്ദേശം. ഇന്നഹു ലഖുർആനുൻ കരീം, കിതാബ് എഴുതപ്പെട്ട ഗ്രന്ഥം, എഴുതപ്പെടുന്ന ഗ്രന്ഥം. അപ്പൊ വരമൊഴിയായും വാമൊഴിയായും ഖുർആൻ എന്നും ഇവിടെ സംരക്ഷിക്കപ്പെടും. ഖുർആൻ ഒരിക്കലും പാഴായി പോകില്ല. ഇന്നഹു ലഖുർആനുൻ കരീം. നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഒക്കെ ഇത് അംഗീകരിക്കാൻ കുറച്ച് ആളുകളെങ്കിലും ഇവിടെ ഉണ്ടാകും, അതുറപ്പാണ്. അത് ഓതാനും ആളുണ്ടാവും. അപ്പൊ ഇനി നമ്മൾ ചിന്തിക്കുക, നമ്മളതിൽ പെടണോ പെടണ്ടേ? അള്ളാഹു പറയുന്നു നിങ്ങൾ ഓതിയിട്ടില്ലെങ്കിൽ ഓതാൻ ആളുണ്ടാവും. ഇവിടെയാണ് ഞാൻ 6-ാം ദിവസം പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നതിന്റെ ഗൗരവം നമ്മൾ ഓർക്കേണ്ടത്. നമ്മുടെ സഹോദരിമാരിന്ന് ഖുർആൻ പാരായണം ചെയ്യുന്നില്ല. നിർബന്ധമായും വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സൂറത്തുൽ വാഖിയ എല്ലാ ദിവസവും നിങ്ങൾ ഓതുന്നുണ്ടാവും. ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ ഓതാതിരിക്കരുത്. എന്നും വിട്ടുപോകാതെ ഈ അധ്യായം പതിവാക്കിക്കൊണ്ടിരിക്കണം. എങ്കിൽ ദാരിദ്ര്യം വരില്ല എന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതാണ്. നിങ്ങളെ ഭാര്യമാർക്ക് അത് പഠിപ്പിക്കണം.